ഇപ്പോൾ ഇന്ന് എന്താ പറയുക അർച്ചനെ, എല്ലാവരും പറയല്ലേ സൺഡേ ഫണ്ടേ, അത് 5 സൺഡേ ഫണ്ടേ എന്നല്ലേ പറയലേ. പക്ഷെ ഞമ്മക്ക് അങ്ങനല്ല, സൺഡേ സാറ്റർഡേ ആണ്. എൻ്റെ മോനെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നിർന്തല്, ഇത് എവിടെയാണ് കഷ്ടകാലം ഇപ്പോൾ വന്നിരിക്കണത്. ഞാൻ ഉമ്മച്ചിക്കൊരു സർപ്രൈസായിട്ട് ഇന്നലെ നാട്ടിൽ നിന്ന് പോന്ന് രാത്രിയാണ് വന്നത്. ഉമ്മച്ചി ഫോൺ എടുത്തിട്ടില്ല, അടുക്കളയിലെ കിടന്നുറങ്ങി. രാവിലെ ഇല്ലല്ല, രാവിലെ ഒന്ന് പറയട്ടാ. രാവിലെ എന്താക്കീന്, രാവിലെ എണീച്ചപ്പോൾ എന്താണ് അവസ്ഥ, ഒരു 10 ചാക്ക് സിമൻ്റ് അല്ല മണൽ വാരിയിടാൻ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെയൊക്കെ വാരിയിട്ട് വന്ന് പെരയെ കയറി ഉമ്മാനെയും ഉമ്മച്ചിനൊക്കെ ഒന്ന് ടൗണിക്കാക്കാൻ വന്നത്. ടൗണിക്കാക്കാൻ വന്നപ്പോഴത്തേന് വണ്ടിൻ്റെ ലോറാവും പോയി, ആക്സിൽ പോയി, മൊത്തത്തിൽ പോയി. പിന്നെ നമ്മളതിൽ ചെക്കന്മാരുണ്ടല്ലോ, ചെക്കൻ നിൽക്കുന്നുണ്ടായി മുത്തത്, 2 ആൾക്കാരും കൂടി സഹായിച്ച് വണ്ടി ഇപ്പോൾ റെഡി ആയിക്കണേ. വണ്ടി എന്നിട്ട് റോട്ടുമ്പോൾ തന്നെ നിർത്തിയിട്ടിരുന്നു, റെഡി ആയിട്ടൊന്നുമില്ല. റോട്ടുമിൻ്റെ സെൻറ്ററിലായിരുന്നു, മാറ്റി റെഡിയാക്കി വെച്ചു. ഇതാണ് അവസ്ഥ. യെസ്, രക്ഷകൻ. ഇതാണ് കൂട്ടത്തിൽ ഒരു മെക്കാനിക്ക് ഉണ്ടെങ്കിലുള്ള ഉപകാരം. വിളിച്ച പാട് വന്നു. എൻ്റെ മോനെ, നീ വണ്ടി പൊളിക്കാൻ കൊടുക്കും. എന്തായാലും വണ്ടി പൊളിഞ്ഞ്, ഇനി ഇവനും കൂടി കൈ വെച്ചാ വണ്ടി പൊളിച്ച്. കുട്ടിയിലേക്ക് നല്ല വർത്താനത്തിൽ കൂലിയൊന്നുമില്ല. ചായ വാങ്ങിക്കരുത്, ചായയും ബജ്ജിയും. ഏത് അതന്നെ. പിന്നെന്തിനാ എന്നെ വിളിച്ചു കൊടുത്തത്? അതാ എടാ വണ്ടി ശരിക്കും എനക്ക് അറിയോ നിയാസേ, വണ്ടിൻ്റെ അവസ്ഥ കാണിച്ചരാ. വണ്ടി ഒന്ന് ജപ്പാൻ സ്റ്റൈലാണ്ട് ഇരുത്തി. ജപ്പാനിൽ മൊത്തം ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാനും ഇങ്ങനെ ആക്കി. ഇതേ സിറ്റുവേഷൻ വന്ന പിന്നെ സഹായിച്ച മുത്താണ്. നമുക്ക് ചെക്കന്മാരാകുമ്പോ അങ്ങനെ തന്നെ അല്ലേ യാസേ? എന്താ പറയാളെ, ഓ മസിൽമാനി പണിയെടുക്കുമ്പോ സപ്ന ഈ വിളിക്കാൻ നിൽക്കരുത്. ചെക്കൻ പണിയെടുക്കുമ്പോ ലൈവ് ഹലോ ചാമ്പലടാ. ആ പുതിയ ലോറാവിന് എത്ര രൂപ ചോദിച്ചു നോക്കുന്ന ഇവനോട് ചോദിച്ചു നോക്ക്. എത്ര 500 500 കട പറഞ്ഞല്ലേ? കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ ഇതാണ് കഷ്ടകാലം. വരക്കാരെയും കൊട്ടി ഈ കയറ്റൊന്ന് കയറിയാണ്. നോക്കണ ഇതാ കിടക്കണ ടയറൊക്കെ നനച്ചു. ഒന്ന് താത്ത് ചവിട്ട്, ഇനിയും കേറ്റിട്ടോ. അല്ല കേറ്റിടണ്ട, അതന്നെ സുഖം. തലൊന്ന് കുടുങ്ങലട്ടോ യാസേ. തല കുടുങ്ങി കൊണ്ടാവാൻ വരെ പറ്റൂല. വണ്ടി ഉറക്കണ പൊന്തിക്കേണ്ടി വരും. മെല്ലെ വിട്, പതുക്കെ വിട്. വിട്ടോ കുടുങ്ങിയോ? ഇത് വിടുക്ക്, കമ്പി എടുക്കാനാ? എടുക്ക് വരിക്ക്. സേഫ് ആയിട്ടോ. അയ്യോ ഇനി ഓടിച്ചു പോവാ. ആരാ പണിയെടുത്ത് ഇങ്ങനൊക്കെ വയനാട്ടിൽ എവിടെയാണെങ്കിലും ചെക്കൻ വന്ന് പണിയെടുത്ത് തരും. ഞായറാഴ്ചകളിലാണ് പണിയെടുക്കുക. വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് തള്ളി മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. തള്ളി മാറ്റിയതി, വണ്ടി ഒന്ന് സൈഡിക്ക് വെക്കുക. പെര ഇവിടെ അടുത്താണ്. റിവേഴ്സിൽ അങ്ങനെ പോകാൻ പറ്റുമോ? ഇതാ ഈ വഴിയാണ്. ലോഡ് താങ്ങണാണ്. എൻഡിൽ ഇത് ലോറാമില്ലാതെ വണ്ടി ഓടുക.
നേരെ തോക്കല്ലേ ഒന്നുകൂടി പൊക്കണോ നീ ഇത് കൂടി കൊടുക്കാല്ലേ ഹലോ ഇപ്പൊ സുഖാണിതേ ആ ഞാൻ കണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇന്റെ വണ്ടി ആയതല്ലേ അങ്ങനെ അല്ല അതിന് ഇതെങ്ങനെ ഊരും എന്നിട്ട് ചെറപ്പുണ്ടോ എന്നിട്ട് കൊടുക്കും ഇങ്ങനല്ലേ നിയാസേ ഇതിങ്ങനല്ലേ കൊടുക്കല്ലേ എന്നിട്ട് ആക്സിൽ വലിക്കല്ലോ പേരിന് നിക്കാണ് പൊട്ടിയിട്ട് മൊണ്ടന്മാര് ഇതൊക്കെ നല്ല സൈഡാക്കി ഇനി പറയും എന്താ പറയാ എന്താ പറയാനാണ് അല്ല ഇങ്ങനത്തെ ഇനി ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാൽ വരൂലേ 77 ഫൈനാൻസറെ വരിക്കട്ടെ നമ്പർ ലീക്കായ കയ്യിൽ ഫോൺ കപ്പേണ്ടി വരും അവിടെ മാറി മാറി ആശാൻ പണി എടുക്കട്ടെ പണിയെടുത്തല്ലേ ഇപ്പൊ മെല്ലെ നീക്കുമ്പോ പൊട്ടുന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അതെന്താ മെല്ലെ നിൽക്കുമ്പോ പൊട്ടണി അവിടെ ജസ്റ്റ് കുടുക്കി വെച്ചിട്ടുള്ളൂ പൊട്ടിയതല്ലേ അത് മാറ്റല്ലാതെ ഒരു രക്ഷല്ലേ നീ എന്താ പെട്ടെന്ന് ഈ വെളുത്തെ അന്റെ നേരം മലക്കിറങ്ങിയോ ആര് ഞാനോ പെട്ടെന്ന് മഞ്ഞ കളറായി ആ ഞാനും വിചാരിച്ചു അവൻ്റെ മേത്ത് മലക്ക് കയറി ജിന്നേ എൻ്റെ ഏതാ 13 അധികം മഴ കൊള്ളിക്കണ്ട ഇപ്പൊക്കെ ഗ്രീനാണ് ഗ്രീൻ ലൈന് ആ എനിക്ക് പേടിയാവണ്ട് നിസവിൻ്റെ നാസറിൻ്റെ വിഷയം നാസർ എല്ലായിടത്തും രാഗ്യം കൊണ്ട് അടക്കണേ അൻ്റെ 13 എല്ലാ 13 ഉഷാറായിക്കണേ എല്ലാവർക്കും അനുഭവിക്കണല്ലോ എന്താ അറിയാന്നേ ആ ഒന്നുമില്ല എന്നാ ശരി ഒരു കാര്യം കാണിച്ചു തരാം സീന് സാധനം കാറ് നാശമായിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കില്ലേ കാറ് പോയാലെന്താ സാധനം ഇറക്കിയില്ലേ ഒരു ഇട്ടാച്ചേണ്ട ഇറക്കി മാസമെങ്കിൽ മാസം പൈസ പോയി പവർ തരട്ടെ മാസമെങ്കിൽ മാസം അല്ല ആൾക്കാർ കാണുന്നുണ്ട് ഒന്നുള്ളിൽ കയറാം റോട്ടിലായിട്ടേ പോരെ റോട്ടിൽ തന്നെ ആയിട്ട് ആ മാസമെങ്കിൽ മാസം നമ്മളെത്ര കളി എന്താ ഒന്ന് ഫുൾ കഷ്ടകാലം കാർ അവിടെ നിന്ന് ഇപ്പം ഇനിയിപ്പോൾ സ്കൂട്ടി അത് അവിടെ കിടക്കണേ അതിൻ്റെ താക്കോല് കാണുന്നില്ല ഉമ്മച്ചി ഡിക്കിയിലിട്ട് പൂട്ടിക്കണെന്നാണ് ഉമ്മച്ചിൻ്റെ ഒരു സംശയം പിന്നെ ഇവിടെ ഒരു 10 ചാക്ക് സിമൻ്റ് ഉണ്ടായിരുന്നു അല്ല സിമൻ്റ് ചെയ്യുന്നു പിന്നെ മണലുണ്ടായിരുന്നു മണൽ നേരെ ഇവിടെ കൊണ്ടുവച്ചു രാവിലെ എണീച്ചവർക്ക് ഉണ്ടായിരുന്ന പണികളാ അവിടെ കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് മനം കൊണ്ട് ടൗണിൽ പോയിട്ട് വരുമ്പോഴാണ് കാറിൻ്റെ ആക്സിലും ഒട്ടി ആക്സിലും ലോറാമും എന്തൊക്കെ കാറ് കാണുന്ന നമ്മൾ ജപ്പാൻ സ്റ്റൈൽ കണ്ടിട്ടുണ്ടോ കാർ ഇങ്ങനെ ടയറൊക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ആ ഒരു സ്റ്റൈലായിരുന്നു സാധനം ഉണ്ടായിരുന്നു ആൾക്കാർ കണ്ടിട്ട് അതാണ് ഉണ്ടായിരുന്നത് അതൊക്കെ റെഡിയാക്കി വന്ന് മുറ്റ കിടക്കുന്നുണ്ടോ പാടം ഇതിനും വൃത്തിയുണ്ടാവും ഇത് മുറ്റ റെഡിയാക്കാനുള്ള ഫുൾ ചളിയായിട്ട് മുറ്റ റെഡിയാക്കാൻ വന്നിട്ടാച്ചാ അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി ഇനി ഒരു ടർഫ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ടർഫെങ്കിലും കളിച്ചൊരു സമാധാനം കിട്ടി മതിയായിരുന്നു നോക്കട്ടെ എന്താ അവസ്ഥ ടർഫ് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തിട്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാം വെറുതെ എടുക്കണതാണ് ഇതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ ശരി ടർഫ് പോവാണ് ഞാനുണ്ട് നമ്മളിന്ന് ആരോടെ കളി നമ്മള് നാരൂടെന്ന് അറിയില്ല പോയാറിയാ നമ്മള് പെരുങ്കളി കളിച്ചിട്ട് തരാം എന്തായാലും ഇതെങ്കിലും ഒന്ന് നന്നായാൽ മതി ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണ് ഇതെങ്കിലും ഒന്ന് നന്നായാൽ മതി നല്ല കളിയാട്ടോ എങ്ങനെ സാധിക്കണേ വേറെ എന്തേലും നമ്മള് ജയിച്ചു യെസ് എന്താ അറിയാളെ പെരുങ്കളിലെ ഫുൾ ഫേക്ക് കാലിങ്ങനെ വീശ ബോൾ കാലിന്റെ അടി കൂടെ പിടിയാ കട്ടിയടാ കളി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറാ ബോള് വേണ്ട നമ്മളെ ജയിപ്പിച്ച് ചക്കാനാണ് ഇരിക്കുന്നത് പെരും സേവ് സേവ് എന്ന് പറഞ്ഞ ടെറസ്റ്റൊക്കെ മാറി അമ്മായി സേവാണ് ചക്കൻ സേവ് അല്ലേ നമ്മളെ ചക്ക സീനല്ലേ ആ അത് കാണൂല അത് 1x മണ്ട
ഇതാണ് മെയിൻ പ്ലെയർ ബ്രസീൽ ഇവളമാതിരി പാകിസ്ഥാനി ഉണ്ട ഞാൻ പറഞ്ഞില്ല അവിടെ സെയിം ലുക്കളാ ഇത് റസീലാണ് ആ ഫോട്ടോ മറ്റേതാക്കി ഇങ്ങോട്ട് പോയി എല്ലാരും കല്യാണത്തിനുണ്ട് റസീലിന്റെ കല്യാണത്തിന് വിളിക്കടാ ഞാൻ പോവൂല വിളിച്ചാ പോവാ ഞാന് അഭിമാനം അല്ല ഇന്നോട് പറഞ്ഞ സങ്കടം പറഞ്ഞു പറയാനോട് ഓരൊക്കെ ഇങ്ങനെ പോകുമ്പോ മനസ്സിലൊക്കെ കാറിൽ തോന്നുമ്പോ റോട്ട് മക്കണം ഒറ്റക്ക് നിയാസിനെ നോട്ട് ചെയ്ത് വെച്ചു നിയാസ് വിളിക്കാണ്ട് പോയി തിന്നിട്ട് വന്നിട്ട് ഇത് കല്യാണപ്പെണ്ണ് എങ്ങനെ ഏതെങ്കിലും ഒരു വശാലും ഇത് കാണുകയാണെങ്കിൽ കുറച്ച് ആ ചെക്കവിടെ കിടന്ന് കരയാണ് എന്തെങ്കിലും കൂടെ പഠിച്ചല്ലേ ഒന്ന് വിളിച്ചൂടെ കല്യാണത്തിനൊക്കെ എല്ലാരും നോക്കി മെയിന് സഫ സഫ മെയിന് സഭ എല്ലായിടത്തും ഓ അൻസില് സഭയാണെങ്കിൽ ഇതിലില്ല ഫോട്ടോയിലില്ല സ്കൂൾ ഫോട്ടോയിൽ സഭല്ല ഷെക്കീബുണ്ടല്ലോ ഫോട്ടോയില് ഷെക്കീബിനെ കല്യാണം വിളിച്ചില്ല. പണിക്ക് പോയതാണെങ്കിലും പറയാം. പണിക്ക് പോയത് എനിക്ക് പണിയില്ലായിരുന്നു പൊരയിലൊക്കെ ആയിരുന്നു. ഒരു ടിഷ്യൂ വാങ്ങിക്ക അവിടുന്ന് ഒരു ടിഷ്യൂ കറി ആള് മാറിപ്പോയി പറഞ്ഞ ആള് മാറിപ്പോയി നല്ല രസിലെ അമ്മക്കും പേരുടെ കല്യാണം ഓളെ വിളിക്കണ്ട ഓണാ ഒഴിവാക്കായി ഞാനക്ക് പെണ്ണിട്ടോ പെണ്ണിട്ടോ ഇതിന്റെ അടിയിലെ കമന്റ് ഇട്ടോ കൊച്ചുങ്ങളെല്ലാരും പറയാട്ടോ എന്ത് പറയാനാണ് തോറ്റില്ലേ ഇനിയിപ്പോ തോറ്റിട്ട് പറഞ്ഞിട്ടേ ശക്തനായ റസിനെ ഞങ്ങളെ തോപ്പിച്ചു റസിന് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വ്ളോഗാണ് എന്താ പറയുക ഇടങ്ങേറുകളൊക്കെ ഒന്ന് പോയി കിട്ടിയ മീൻസ് കളി ജയിച്ചപ്പോഴുള്ളൊരു സമാധാനമാണ് ഇപ്പോൾ ഉള്ളത് വണ്ടി പോയി കിടക്കുകയാണ് കുഴപ്പമില്ല സീനില്ല പിന്നെ ഇപ്പം എന്താ പറയുക അതൊന്നും ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാഹ് അപ്പോൾ ബൈ